ഏകദേശം ഇവിടുന്ന് മണ്ണ് കീറിയിട്ട് കുഴിച്ചിട്ട് 2 അടിയോളം ഈ കാല് താഴ്ത്തിയിടണം. അതിനുശേഷം ഗൈസ് അപ്പോൾ ഇതാ ടയറൊക്കെ വെച്ച് കെട്ടിയിട്ട് ഉള്ളൊരു ഭാഗമാണ് ഇപ്പോൾ ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിക്കുകയാണ്. ഗൈസ് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ. ഏകദേശം 5 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്നത് കുറച്ച് സ്ഥലത്താണ്. അതൊരു പരീക്ഷണം പോലെ തന്നെയാണ്. ഇത് വിജയിക്കുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി തന്നെയാണ്. ഏകദേശം ഇവിടുന്ന് മണ്ണ് കീറിയിട്ട് കുഴിച്ചിട്ട് 2 അടിയോളം ഈ കാല് താഴ്ത്തിയിടണം. അതിനുശേഷം ഈ കാല് ഏകദേശം ഒരു 8 അടി 10 അടി ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ 2 അടിയോളം ഈ കാല് സിമെൻറ്റിൻ്റെ കാല് നമ്മൾ ഭൂമിയിലേക്ക് താത്തിയിടണം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടയർ വെച്ച് കെട്ടണം. അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ടയർ വെച്ച് കെട്ടുന്ന വീഡിയോ ആണ്. ടയർ എടുത്തതിന് ശേഷം 2 വാർപ്പിൻ്റെ കമ്പി എടുത്ത് കണക്ട് ചെയ്ത് അതിൻ്റെ ആ പോസ്റ്റിൻ്റെ ഹെഡിൽ ആ ടയറും കമ്പിയും കൂടി കെട്ടി വയ്ക്കുക. അതിനുശേഷം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ താഴെ നട്ടുപിടിപ്പിക്കുക. നട്ടുപിടിപ്പിച്ച തൈകൾ ഇതുപോലെ വലുതായി നിൽക്കുന്നു. ചെടിച്ചട്ടിയിലും ഡ്രാഗൺ ഫ്രൂട്ട്സ് വളർത്താവുന്നതാണ്. ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സിന് ശരിയായ രീതിയിൽ വളരാൻ സൗകര്യക്കുറവുണ്ട്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഒരു കോൺക്രീറ്റിൻ്റെ ഫില്ലറിൽ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുകയാണെങ്കിൽ കുറച്ചും കൂടി അതിന് വളർന്ന് നിൽക്കാനും അത് പഴുത്ത് കഴിഞ്ഞാൽ പൊട്ടിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. കുറച്ച് ഹൈറ്റിലായിരിക്കും. നേരെ മറിച്ച് കന്നാലികളൊന്നും അത് വന്ന് തിന്നുകയൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാവുന്നതാണ്. വലിയ സാമ്പത്തികമായിട്ട് ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നിസ്സാര പൈസയ്ക്ക് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാവുന്നതാണ്. എല്ലാവരും ശ്രമിച്ചു നോക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നതോടുകൂടി ശരീരത്തിന് നല്ലതാണ്. എല്ലാവരും ഈ കൃഷി ചെയ്യുക. ഗൈസ്, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുഷ്പം. കണ്ടില്ലേ? അടുത്തൊരു ഉണ്ടായി വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച കൃഷി തന്നെയാണ്. ഗൈസ്, അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം പഴുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കണം. അപ്പോൾ അത് പൊട്ടിക്കാൻ പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, വളരെ മനോഹരമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട വിധമുണ്ട്. ഇത് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ അത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളത് ഇനി വീണ്ടും 2 കൂടി കട്ട് ചെയ്യും. സെൻറ്റർ ഒന്നുകൂടി കട്ട് ചെയ്യും. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് അനുസരിച്ച് ഓരോ കഷ്ണങ്ങളായി കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അത് കഴിച്ച് നോക്കണം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഗൈസ്, അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ അത് എടുക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിരിക്കുകയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകും. ടേസ്റ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ചെയ്യാം. നിങ്ങളുടെ സ്വന്തം വീട്ടിലെല്ലാം ഇതേപോലെ കൃഷി ചെയ്യാം. ഇതേപോലെ പഴങ്ങളുണ്ടായി ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുത്തശ്ശി, അതൊന്ന് കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നിട്ടേ?
രുചിയുണ്ടോ? ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.